മനസ്സ് കൂടി സേഫ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. പഠിത്തത്തിന് ഒരുപാട് അവർക്ക് പ്രഷറുണ്ട്. അവരുടെ പഠനഭാരം കുറച്ചേ പറ്റും. ചെറിയ ഒരാളെ 1ാം ക്ലാസ്സിലാണ് പഠിക്കണം. ആ കുട്ടിക്ക് 10-15 വേർഡ്സ് ആണ് ഒരു ദിവസം എഴുതി കൊടുക്കുന്നത്. സ്പെല്ലിംഗ് വെച്ച ഒന്നും അറിയില്ല. പിന്നെ വീക്കെൻഡില് മെസ്സേജ് തുരുതുരാ സബ്ജക്ട് എല്ലാവരുടെയും മെസ്സേജാണ്. ഇത് മുഴുവൻ പാരന്റ്സ് പഠിപ്പിച്ചെടുക്കണം. UKG 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടിക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊടുത്തിരിക്കുക. ഇത് മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കണം. ടീച്ചർമാർക്ക് എന്താ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങളാരും കേൾക്കാതെ പോകരുത് കേട്ടോ. ഈ വീഡിയോ ഇന്ന് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളെ നാട്ടിലെ പ്രൈവറ്റ് സ്കൂളായാലും ഗവൺമെൻറ് സ്കൂളായാലും ഒക്കെ ഇപ്പം നടക്കുന്നത് ഈ വീഡിയോയിൽ ഈ പെങ്ങൾ പറഞ്ഞ അതേമാതിരി തന്നെയാണ്. കുട്ടികൾക്ക് പഠിക്കാനെന്നുള്ള രീതിയിൽ ഇല്ല മെസ്സേജ് മൊത്തം ഇപ്പോൾ വാട്സപ്പിൽ കൂടിയാണ് വിടുന്നത്. അപ്പോൾ ഇവർ ചോദിച്ച മാതിരി ഇപ്പോൾ ഈ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്? ഈ ടീച്ചർമാരും മാഷന്മാരും ഇപ്പോൾ എന്താ പഠിപ്പിക്കുന്നത്? സ്കൂളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക, ഇങ്ങോട്ട് നാളെ വരുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചു വിടണമെന്ന് ഒരു മെസ്സേജും വിടുക. അപ്പോൾ ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാരാരാ? വീട്ടിലിരിക്കുന്ന ഭാര്യമാർ, നമ്മളൊക്കെ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ പെങ്ങന്മാരാണ് ഇപ്പോൾ ടീച്ചർമാർ. സ്കൂളിലുള്ള ടീച്ചർമാർക്കൊന്നും പണിയില്ലേ. അവരെന്താ ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇവരെന്നെ പറയുകയും ചെയ്യും, എന്ത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. പേരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ചെല്ലുമ്പോൾ അതിന് ചെന്നാൽ അപ്പോൾ അവരാദ്യം പറയാതാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതെ പിന്നെ എങ്ങനെ ഈ കുട്ടികളിത് പഠിക്കുക? അപ്പോൾ അവർ ഇതെങ്ങനെ പഠിക്കുക? ഇത് പ്രൈവറ്റ് സ്കൂൾ മാത്രമല്ല കേട്ടോ, ഗവൺമെൻറ് സ്കൂളും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ, കുട്ടികളുടെ പേരൻസ് പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് ആ കൊറോണ വന്നോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു പരിപാടി. ഇപ്പം എന്തുണ്ടെങ്കിലും നേരെ വാട്സപ്പിൽ കൊണ്ട് വിടുകയാണ്, ഇങ്ങോട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നറിയും. അപ്പോൾ പിന്നെ ഈ സ്കൂൾക്ക് ഈ കുട്ടികളെ വിടേണ്ട ആവശ്യം എന്താ? ഇനി മുതൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എന്നോ ആ കൊറോണ കഴിഞ്ഞ അന്ന് മുതലേ നിർത്തേണ്ടതാണ്. ഇപ്പോൾ ആ കൊറോണ അന്ന് തുടങ്ങിയോ അന്ന് ഇതേമാതിരി ഇത് വീട്ടിൽ തുടങ്ങിയതാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പക്കയായിരുന്നു, ഉറപ്പ് പറയും. നല്ല ഫുൾ പഠിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറ്. ഞങ്ങൾക്കൊന്ന് മെല്ലെ ഒന്ന് ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ എഴുതിപ്പിക്കുകയോ ചെയ്താൽ. ഇപ്പൊ അതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ്, പഠിക്കാൻ പോകുന്നവരുണ്ടാവും, വീട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ. ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും ഫീസ് വന്ന് നിങ്ങൾ പറയുന്ന ഫീസ് വന്ന് ഞങ്ങളെ കുട്ടികൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടെടുക്കണം. എല്ലാ പാരന്റ്സും ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ. അന്ന് പിന്നെ ഓക്കെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു, പക്ഷെ അന്ന് അത് നിർബന്ധമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അന്ന്. അതോടെ ഇത് നിർത്തലാക്കേണ്ടതായിരുന്നു. ഇന്ന കുറേ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ തീരാനുണ്ട്. ഈ മൊബൈൽ കുട്ടികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ അത് വായിക്കുന്നുണ്ടാവും, പിന്നെ അവർ വേറെ ആയിരിക്കും തോണ്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ചില കുട്ടികൾ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നിർത്തണമെങ്കിൽ ആദ്യം ഈ ടീച്ചർമാരും മാഷന്മാരും ഈ സ്കൂളിൽ നിന്ന് ഈ പഠിക്കാനുള്ളത് മൊബൈലിലേക്ക് വിടുന്നത് ആദ്യം നിർത്തണം. അത് നിർത്താതെ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ എപ്പോൾ നോക്കിയാലും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അപ്പോൾ വരും മെസ്സേജ് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് അറിഞ്ഞാണ്ട്. എല്ലാം വിടുന്നത്, പഠിക്കാനുള്ളത് വിടുന്നത് നേരെ വാട്സപ്പിലേക്കാണ്. എന്നിട്ട് അതേ അവരെന്നെ പറയായിരിക്കും മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. ആ സഹോദരി പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ്. ഇതുപോലെ എല്ലാവരും ഇതിന് പ്രതികരിക്കണം. ഈ ഒരവസ്ഥ മാറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ മുന്നേ ഒന്നും ഇപ്പോൾ ഈ വാട്സപ്പ് വിട്ടിട്ടല്ലല്ലോ പഠിച്ചിരുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തന്നെയല്ലോ പഠിക്കുന്നത്. ഈ 3-4 മണിക്കൂർ പിന്നെ ഈ കുട്ടികൾ സ്കൂളിൽ ഇരിക്കുന്നത് എന്തിനാ? LKG ആയോ അതിൽ അതിൻ്റെ മുകളിൽ ഏത് ക്ലാസ് വരെ ഇല്ലതും ഒക്കെ വാട്സപ്പിലാണ്. എല്ലാം വാട്സപ്പിൽ. എന്നാൽ 3-4 മണിക്കൂർ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമുണ്ട്, പഠിപ്പിക്കണമുണ്ട് അറിയുന്നുണ്ട്. പിന്നെ എന്താ ഈ പഠിപ്പിക്കണത് സ്കൂളിൽ? അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇതിന് പ്രതികരിക്കണം. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാ മാതാപിതാക്കൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആരും തുറന്ന് പറയാൻ ഇത് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഒറ്റപ്പെടും,
അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അവരൊറ്റപ്പെടും, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറ്റിയിട്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം ഈ ഒരവസ്ഥ നിൽക്കണം നമ്മളെ നാട്ടിൽ. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഈ വാട്സപ്പൊക്കെ വിടില്ല, ഈ കുട്ടികളെ പഠിക്കാനുള്ളത് അത്യാവശ്യമുള്ള മെസ്സേജ് എന്തെങ്കിലും വിടുക എന്നല്ലാതെ വേറെ ഒന്നും വിടരുത്. അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയും. ഇത് നല്ലൊരു നടപടിയാണോ എന്നുള്ളത്. കാരണം സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കാതെ നേരെ വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ വിടുന്നതല്ല വേണ്ടത്. ഇത് പ്രൈവറ്റിലുള്ളവർക്ക് പിന്നെ ധൈര്യമായിട്ട് അവർക്ക് എതിർക്കുക. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ കാശ് വന്നിട്ട് നമ്മളെ മക്കളെ ഇവിടേക്ക് പറഞ്ഞയക്കണമെന്നുള്ളത് അവർ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് ചോദിക്കാം. പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും ഒക്കെ ഇപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണേ.